അതിഥികളെ സൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈമാനിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അവർ അതിഥികളെ ആദരിക്കട്ടെ. അതിഥികളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിഥികളെ ക്ഷണിക്കുന്നത് മുതൽ അവരെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവരെ ഇരുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെല്ലാം ചേരുന്നതാണ് അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നത്. അത് ഈമാനിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു സംസ്കാരം, ഒരു കൾച്ചർ, പ്രത്യേകിച്ച് നമുക്കറിയാം മുസ്ലിം സംസ്കാരത്തിൽ അതിഥികളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ അർത്ഥത്തിലുള്ള പ്രാധാന്യമുണ്ട്. അത് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ നാടുകളിലുള്ള മുസ്ലിം സംസ്കൃതികളിലൊക്കെ അത് കാണാൻ കഴിയും. അത് ഇസ്ലാം ലോകത്തിന് തന്നെ കാണിക്കുന്ന വലിയൊരു മാതൃകയാണ്. ഈ അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ അതിഥികളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, അതിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ആളുകളെ ബോധപൂർവം ഒഴിവാക്കരുതെന്നാണ്. അതായത് നമ്മൾ പൊതുവായിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ആഭിമുഖ്യത്തിൽ ഒരു സൽക്കാരം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ചിലരെ മാത്രം ക്ഷണിക്കുക. അതായത് പ്രത്യേകിച്ച് പണക്കാരെ മാത്രം, സ്വാധീനമുള്ളവരെ മാത്രം. അത് മറ്റുള്ളവരെ ക്ഷണിക്കാനുള്ള അവസരമുണ്ടായിട്ടും ബോധപൂർവം ദരിദ്രരെയും അതുപോലുള്ള ആളുകളെയും ഒഴിവാക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അതേസമയം ചില പ്രത്യേകമായ അവസരത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അവർക്കായി പ്രത്യേകം ഒരുക്കുന്ന കാര്യം. എന്നാൽ പൊതുവായിട്ട് എല്ലാവരെയും വിളിക്കുന്ന അത്തരം സദ്യയിലേക്ക്, അത്തരം സൽക്കാരങ്ങളിലേക്ക് ബോധപൂർവം ചില ആളുകളെ മാറ്റി നിർത്തരുത്. അത് ബന്ധങ്ങളെ തകർക്കുന്ന, അതുപോലെ ആളുകളെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട്.